Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ റിച്ചും ക്രീമിയുമായിട്ടുള്ള കോക്കനട്ട് ചിക്കന്റെ റെസിപ്പിയാണ്. ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യയിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കോക്കനട്ട് ചിക്കൻ കറി. ഇത് വളരെ ക്രീമിയാണ്, അതുമാതിരി തന്നെ ഇത് വളരെ റിച്ച് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ള നല്ലൊരു അടിപൊളി ചിക്കൻ കറി തന്നെയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്ന അധികം സ്പൈസസ് ഇല്ലാത്ത എന്നാൽ നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചർ ഉള്ള ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. വെറൈറ്റി ചിക്കൻ കറി ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുള്ള ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഇതിന്റെ മാരിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഗൈസ്, നമ്മളിവിടെ 1 കിലോ ബോൺലെസ് ചിക്കൻ റൈസ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ നമുക്ക് മാരിനേഷൻ ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കട്ട് ചെയ്തെടുത്ത 2 റെഡ് ചില്ലി, 1.5 നാരങ്ങയുടെ നീര്, ചെറുതായി കട്ടിയെടുത്ത് 2 ഇതള് കറിവേപ്പില, 1 പിഞ്ച് മല്ലിയില കട്ട് ചെയ്തത്. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാല്, 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പ്ലാസ്റ്റിക് റാപ്പ് കൊണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പാത്രത്തിൻ്റെ ലിഡ് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ ഒരു 3 തുടങ്ങി 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അടുത്തതായി സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കിയതിന് ശേഷം ഒരു ഗ്രിൽ പാനോ ഇല്ലാന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനോ സ്റ്റവിലേക്ക് എടുത്ത് വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കൻ നമുക്കൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഓരോ സൈഡും നമ്മൾ ഏകദേശം ഒരു 4 മിനിറ്റ് നേരമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെയാണ് നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്. ചിക്കൻ്റെ ഒരു സൈഡ് കുക്ക് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മൾ ചിക്കൻ ഏകദേശം ഒരു 4 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ മാതിരി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വന്നിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊന്ന് മറിച്ചിടാം. മറിച്ചിട്ടതിന് ശേഷം രണ്ടാമത്തെ സൈഡും ഒരു 4 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഗൈസ്, നമ്മുടെ ചിക്കൻ വീണ്ടും ഒരു 4 മിനിറ്റ് നേരം നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തായി സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ഒരു പാൻ നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ 1 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് കൂടെ തന്നെ നമുക്കൊരു 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്യാം. അടുത്തതായി ബോളിൽ ബാക്കിയുള്ള മാരിനേറ്റ് ചെയ്ത സോസും കൂടെ നമുക്ക് പാനിലേക്ക് ഒഴിക്കാം. ഗ്രില്ല് ചെയ്ത ചിക്കൻ്റെ ബാക്കിയുള്ള ജ്യൂസസും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ സോസ് നന്നായിട്ട് തിളച്ച് ഇത് നന്നായിട്ട് കുറുകുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് അടി പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഇട്ടിരിക്കുന്നത് ഹൈയിലാണ്. സോസ് ബോയിലായി നല്ല തിക്കാവുന്ന സമയം കൊണ്ട് ഗ്രില്ല് ചെയ്തെടുത്ത ചിക്കൻ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഗൈസ്, നമുക്ക് കാണാൻ നമ്മുടെ ചിക്കൻ നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അത്യാവശ്യം നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു രീതിയിലാണ് ഗ്രില്ല് ചെയ്തെടുക്കേണ്ടത്. നമ്മളുടെ ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ നമ്മുടെ സോസ് അത്യാവശ്യം നല്ല തിക്കായിട്ടുണ്ട്. നിങ്ങൾ കുക്ക് ചെയ്യുമ്പോഴും ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസി എത്തുന്നവരെ കുക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്രില്ല് ചെയ്ത ചിക്കനും നമ്മളുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്കിതെങ്ങനെ പ്ലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായി തന്നെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് കുക്ക് ചെയ്ത റൈസ് നമുക്ക് വെക്കാം. അടുത്തതായി നമ്മളുണ്ടാക്കിയ സോസ് നമുക്ക് ഇതിൻ്റെ സൈഡിലേക്ക് നമുക്കൊന്ന് ഒഴിക്കാം. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത ചിക്കൻ എടുത്ത് ഇതിൻ്റെ സൈഡിലേക്ക് വെക്കാം. അടുത്തതായി സോസ് കുറച്ച് നമുക്ക് ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കട്ട് ചെയ്ത റെഡ് ചില്ലിയും
ചോപ്പ് ചെയ്തെടുത്ത കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഏഷ്യൻ സ്റ്റൈലിൽ കോക്കനട്ട് ചിക്കൻ കറി ഇവിടെ റെഡിയായി. അടുത്തതായി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മളുടെ കോക്കനട്ട് ചിക്കൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല ക്രീമിയും റിച്ചുമായിട്ടുള്ള ടേസ്റ്റ്. അതുമാതിരി തന്നെ നമ്മളുടെ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് എമൗണ്ട് ഓഫ് സ്പൈസസ് ആണ് നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും സെയിം പ്രോസസ്സ് സെയിം റെസിപ്പി ഉപയോഗിക്കാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു റെസിപ്പി കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഒരേമാതിരി എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത്ര സ്പൈസി അല്ല, എന്നാൽ നല്ല റിച്ചും ക്രീമി ആയിട്ടുള്ള ഒരു ഫ്ലേവറാണ് ഇതിനുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാതിരി നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സ് ഒക്കെ നമ്മുടെ റെസിപ്പി അയക്കുക. നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുമായിട്ട് വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ്സ് സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.